നമസ്കാരം. മിമിക്രി വേദികളിൽ എന്നും മലയാളികൾക്ക് മറക്കാനാവാത്ത ചിരി സമ്മാനിച്ച കലാകാരനാണ് കൊല്ലം സുധി. സുധിയുടെ അകാല മരണം ഏൽപ്പിച്ച ആഘാതം സഹപ്രവർത്തകർക്കും കുടുംബത്തിനും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. സ്റ്റേജ് പരിപാടി കഴിഞ്ഞ് കാറിൽ യാത്ര ചെയ്തുണ്ടായ അപകടത്തിലാണ് സുധി മരണപ്പെടുന്നത്. സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാവാറുണ്ട്. രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശനങ്ങൾ വരുന്നത്. ഇതിനോടകം നിരവധി ഷോർട്ട് ഫിലിമുകളിലും മ്യൂസിക് വീഡിയോകളിലും രേണു അഭിനയിച്ചു കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ ദിവസം രേണു നടത്തിയ പുതിയ ഫോട്ടോഷൂട്ട് വലിയ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. പീച്ച് നിറത്തിലുള്ള സ്കേർട്ടും ഗോൾഡൻ ബ്രൊക്കേഡിലുള്ള ബ്ലൗസും അണിഞ്ഞ് ഗ്ലാമറസ് ആയാണ് രേണു പുതിയ ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത്. സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫറായ എ.ഡി. ജോണാണ് ഈ വിഷു സ്പെഷ്യൽ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത്. ശക്തിയായ സ്ത്രീയുടെ അടയാളം ആറ്റിറ്റ്യൂഡല്ല, നിലപാടാണെന്ന് പറഞ്ഞാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. ഫോട്ടോ പ്രത്യക്ഷപ്പെട്ടതോടെ രേണുവിനെ വിമർശിക്കുന്നവരുടെയും പരിഹസിക്കുന്നവരുടെയും കമന്റുകൾ ചിത്രങ്ങൾക്ക് താഴെ വന്നിട്ടുണ്ട്. ഇത്രയേറെ ഗ്ലാമറസായി ഫോട്ടോയിൽ പ്രത്യക്ഷപ്പെടുന്നത് വിധവയും 2 കുഞ്ഞുങ്ങളുടെ അമ്മയുമായ സ്ത്രീക്ക് ചേർന്നതല്ലെന്ന തരത്തിലായിരുന്നു വന്ന വിമർശനങ്ങളേറെയും. ഇപ്പോഴത്തെ രേണുവിനെതിരെ സോളാർ കേസ്, സ്വർണ്ണക്കടത്ത് കേസ് എന്നിവയിലൂടെ വാർത്തകളിൽ ഒരു സമയത്ത് നിറഞ്ഞു നിന്നിരുന്ന സ്വപ്ന സുരേഷും രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ പുതിയ ഗ്ലാമറസ് ഫോട്ടോയിൽ വിഷു ആശംസകൾ കുറിച്ച് ഒരു പോസ്റ്റ് രേണു പങ്കുവച്ചിരുന്നു. ആ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് സ്വപ്ന സുരേഷിന്റെ കുറിപ്പ്. വിധവയായ ഒരേ ഒരു സ്ത്രീ രേണു മാത്രമല്ലെന്നും ദയവായി തങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കൂ എന്നുമാണ് സ്വപ്ന സുരേഷ് കുറിച്ചത്. ഇതാണോ 2025 പുതിയ വിഷു? ദയവായി ഞങ്ങളുടെ സംസ്കാരത്തെ ബഹുമാനിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആൺകുട്ടികൾ അങ്ങനെ പറയുന്നു. എന്റെ പൊക്കിൽ കാണിച്ചാൽ അമ്മ എന്നെ കൊല്ലുമെന്ന്. കഷ്ടം. ദയവായി മറ്റു ചില ബദലുകൾ കണ്ടെത്തൂ. വിധവയോ വിവാഹമോചിതയോ ആയ ഒരേ ഒരു സ്ത്രീ നിങ്ങൾ മാത്രമല്ല. നിങ്ങളുടെ മണ്ടത്തരം വിൽക്കരുത്. ഭഗവാൻ കൃഷ്ണനെ വിചിത്രമായ ചില സൃഷ്ടികൾ കൊണ്ട് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ലെന്നുമാണ് സ്വപ്ന സുരേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. മറ്റു ചിലരും കമന്റുകളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു ചേച്ചി നെഗറ്റീവ് ആണെന്ന് വിചാരിക്കരുത്. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീ താഴ്ത്തുകയുമില്ല. കൊല്ലം സുധിയെ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടം ചേച്ചിയോടുമുണ്ട്. പക്ഷേ പക്വത കുറവുകൊണ്ട് അത് ഇല്ലാതാക്കരുത്. 2 മക്കളുടെ അമ്മ ആയതുകൊണ്ട് പക്വത ഉണ്ടാവണമെന്നില്ല. അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാവേണ്ടതാണത്. ഒന്നുമില്ലേലും 2 ആൺമക്കളല്ലേ വളർന്നു വരുന്നത്. നാളെ അവർ തള്ളി പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. പിന്നെ ചെയ്തതും ചെയ്യുന്നതും ഒക്കെ വെറുതെ ആകുമെന്നാണ് ഒരു കമന്റ്. ഇതിപ്പോ ഉടുക്കാൻ മറന്നുപോയതാണോ അതോ ഉടുത്തത് അഴിഞ്ഞു പോയതാണോ ഇനിയിപ്പോ ഉടുക്കാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ ഒന്നും അങ്ങോട്ട് മനസ്സിലാകണില്ല. ഒന്നുറപ്പാണ്, കൊല്ലം സുധിയോട് ആളുകൾക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അതുകൂടി ഇല്ലാണ്ടാകും. ഇവർ എപ്പോഴും പറയുന്നുണ്ടല്ലോ പ്രായപൂർത്തിയായ ഒരു മകനുണ്ട്. അഭിമാനമുള്ള ഒരു മക്കളും അമ്മയെ ഇത്തരം വേഷത്തിലും ഭാവത്തിലും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അവന് പരിമിതികൾ ഉള്ളത് കൊണ്ട് മാത്രം ആ ഭാവം ഒന്നും മിണ്ടാതെ ഇരിക്കുന്നതാകാം. രേണു, നീ കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരു പ്രതിഫലം തീർച്ചയായും തന്നെ കാത്തിരിക്കുന്നുണ്ട്. അന്ന് നിന്നെ തലയിൽ വെച്ചവരൊക്കെ തറയിലടിക്കും. നോക്കിക്കോ എന്നാണ് മറ്റൊരാളുടെ കമന്റ്. സ്വന്തം ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് മാത്രമല്ല സ്ട്രോങ് വുമൺ ആവേണ്ടതെന്നും ചിലർ പറയുന്നു. നേരത്തെ രേണു തനിക്കെതിരെ വരുന്ന കമന്റുകൾക്കെതിരെയും രംഗത്തെത്തിയിരുന്നു. എന്നെ കമന്റ്സിൽ വന്ന് പലരും തെറി വിളിക്കുന്നുണ്ട്. അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. എനിക്ക് കെട്ടിയോനില്ലാത്തത് കൊണ്ടാണ് ഇവരൊക്കെ പച്ചയ്ക്ക് എന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്കറിയാം. എനിക്ക് ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ലെന്ന് കരുതിയാണ് ഇവർ ഇങ്ങനെ ചീത്ത വിളിക്കുന്നത്. ഇവരിൽ ഒരാളെയെങ്കിലും ഞാൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നാണ് രേണു പറഞ്ഞത്. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവർ നമുക്ക് ഇടയിലുണ്ടല്ലോ. പ്രധാനപ്പെട്ട ആളുകളൊക്കെ ചെയ്യാറില്ലേ? അവരോട് ആരോടും ഇല്ലാത്ത പ്രശ്നമാണ് എന്നോട് ഇവർ തീർക്കുന്നത്. ബിക്കിനി ഷൂട്ട് ചെയ്യുന്നവരെ മലയാളികൾ ഒരു കമന്റിലൂടെ ഒന്നും പറയുന്നില്ലല്ലോ. ബിക്കിനി ഫോട്ടോഷൂട്ട് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. എന്തിടണം എന്തിടണ്ട എന്നത് അവനവന്റെ ഇഷ്ടമാണ്. ഞാൻ ഒരു റീൽ ചെയ്യുന്നത് ഇത്ര വലിയ പാതകമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നെഗറ്റീവ് കമന്റ് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ തെറിയാണ് പലരും വിളിക്കുന്നത്. ഏത് സോങ്ങിൽ റീൽ ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്? റീൽ ചെയ്യുന്നത് മക്കളെ പോറ്റാനാണോ എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റാണ്. നാടകത്തിൽ ഞാൻ അഭിനയിക്കുന്നത് അത് എൻ്റെ പ്രൊഫഷണൽ ആയതുകൊണ്ടാണ്. മക്കളെ പോറ്റാൻ വേണ്ടിയാണ്. വൈറൽ പിടിക്കുന്നത് അഭിനയത്തിന്റെ ഭാഗമാണ്, അല്ലാതെ ജീവിതമല്ല. ഇന്റിമേറ്റ് സീനിൽ അഭിനയിക്കേണ്ടി വന്നാൽ ഞാൻ അഭിനയിക്കും. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്. അതും എനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നിന്നാണ് അഭിനയിക്കുന്നത്. അതുപോലെ ബോഡി ഷേമിംഗ് കമന്റ് ഉള്ളവരോട്, അവർ ചിലപ്പോൾ ഐശ്വര്യ റായി ആയിരിക്കും. എനിക്ക് ദൈവം തന്നത് ഇങ്ങനെയാണ്. മുഖം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ എനിക്ക് നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ അത്തരം കമന്റുകൾ ഞാൻ വിട്ടു എന്നും രേണു പറയുന്നു. റീൽ കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു വെളിപ്പെടുത്തി. കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല. ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്യുന്നുണ്ടെന്നും അത് ഉടനെ പുറത്തു വരുമെന്നും അവരോട് ഞാൻ പറഞ്ഞിരുന്നു. അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത്. അവന് പ്രത്യേകിച്ചൊരു പ്രശ്നവും അതിലില്ല. ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു. അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത്. കിച്ചു ഇത് കണ്ടാൽ എന്തു ചെയ്യും എന്നൊക്കെ കമന്റ് കണ്ടു. അവൻ എന്തു ചെയ്യാനാണ്? അവനൊരു കുഴപ്പവുമില്ല. കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും. അവൻ ഈ ലോകത്തെ ജീവനോടെ ഇരിക്കുന്ന ഒരേ അമ്മയേ ഉള്ളൂ. അത് ഞാനാണ്. അവനറിയാം ഞാൻ ആരാണെന്ന്. എനിക്കറിയാം അവൻ ആരാണെന്നും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല. ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കമന്റ് ഞങ്ങൾ ബാധിക്കാറില്ല. മക്കൾ വീഡിയോ കണ്ടാൽ എന്തു ചെയ്യാനാണ്? അവർ കാണും, നല്ലതാണേൽ നല്ലതാണെന്ന് പറയും. കോൺട്രവേഴ്സി അവൻ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറയുന്നു.
എന്ത് ചെയ്താലും വിധവ എന്ന് പറഞ്ഞ് വിമർശിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമാണെന്ന് രേണു പറയുന്നു. ഇത് അവസാനിപ്പിക്കാനുള്ള വഴി ഒന്നെങ്കിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ മറ്റൊരു വിവാഹം കഴിക്കുക എന്നതാണ്. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും തന്നെ കുറ്റം പറയുകയാണ്. വിധവ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുന്നു. ഞാൻ എന്തെങ്കിലും ചെയ്താലും പറഞ്ഞാലും കുറ്റം, ഞാൻ ജീവിതം അവസാനിപ്പിച്ചാലും ഇനി കെട്ടിയാലും എല്ലാം ഈ പഴി പറയുന്നവർ തന്നെ. കാരണം ശരിക്കും അടുത്തിട്ട് തന്നെയാണ് സ്റ്റോറി ഇട്ടത്, അല്ലാതെ വേറെ കെട്ടാൻ മറ്റാരുടെയും സമ്മതം വേണ്ട എനിക്ക്. പക്ഷേ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഏട്ടൻ മരിച്ചതുകൊണ്ടല്ലേ ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇരുന്നാലും നിന്നാലും എല്ലാം കുറ്റം. ഒന്നെങ്കിൽ ഈ ജീവിതം അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ വേറെ കെട്ടുക. മക്കളുടെ സമ്മതത്തോടെ അപ്പോൾ പിന്നെ ഈ പേര് അങ്ങ് തീർന്നു കിട്ടുമല്ലോ. അല്ലാതെ എന്ത് വഴിയാ വിധവ എന്നത് മാറാൻ എന്നാണ് മുമ്പ് ചോദിച്ചത്. 5 വർഷത്തെ ദാമ്പത്യമായിരുന്നു ഞാനും സുധിച്ചേട്ടനും തമ്മിൽ. പണ്ട് സുധിച്ചേട്ടൻ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഞാൻ അറിയുന്നത് സ്റ്റാർ മാജിക്കിൽ അദ്ദേഹം പങ്കുവച്ചപ്പോൾ മാത്രമാണ്. കാരണം ഞാൻ വിഷമിക്കുമെന്ന് ഓർത്ത് ഒന്നും പറയാറില്ലായിരുന്നു. സുധിച്ചേട്ടൻ ഉള്ളപ്പോഴും ഞാൻ റീൽസ് ചെയ്യുമായിരുന്നു. ഇളയവൻ ഇടയ്ക്കിടെ സുധിച്ചേട്ടനെ കുറിച്ച് ചോദിക്കും. സുധി അച്ഛൻ ഇനി എഴുന്നേൽക്കില്ലേ അമ്മേ എന്ന് അടുത്തിടെ അവൻ ചോദിച്ചിരുന്നു. അതുപോലെ സുധിച്ചേട്ടനെ കുറിച്ച് പറയരുത്, വിഷമം വരുമെന്ന് അവൻ പറയാറുണ്ട്. നമ്മൾ കരയുന്നത് കാണുമ്പോൾ ഞാൻ തന്നെയാണ് അമ്മേ, സുധിയച്ഛൻ എന്നൊക്കെ പറയും. കിച്ചുവിനും ഋതുലിനും പരസ്പരം ഭയങ്കര സ്നേഹമാണ്. കിച്ചുവിന്റെ കയ്യിലാണ് ഇളയ കുഞ്ഞ് എപ്പോഴും. അച്ഛന്റെയും ചേട്ടന്റെയും സ്നേഹം കിച്ചു ഋതുലിന് കൊടുക്കുന്നുണ്ട് എന്നാണ് രേണു പറഞ്ഞത്. സുധിയില്ലാത്ത ജീവിതവുമായി പൊരുത്തപ്പെട്ട് വരികയാണെന്നും മക്കൾക്ക് വേണ്ടിയാണ് തന്റെ ഇനിയുള്ള ജീവിതമെന്നും രേണു പറഞ്ഞിരുന്നു. പൊരുത്തപ്പെട്ടു തുടങ്ങിയല്ലേ പറ്റൂ. അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലെന്നേ ഉള്ളൂ. ആത്മാവ് എന്നൊരു സത്യം എൻ്റെ കൂടെ ഉണ്ടാകും. ഇതിൽ 2 സ്റ്റോറി ഉണ്ട് ചേച്ചി.